ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ. ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. സുവിശേഷത്തിൻ്റെ ആദ്യ വചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധരോടും നിങ്ങളോടുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷ സർവ ലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാസ്ഥാനമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പാഫോസിനോടും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളുടെ മേൽ അറിയിച്ചവനും ആകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് എഴുതുകയാണ്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും. ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അനേക കുടുംബങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ രോഗാവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ശമ്പളം കിട്ടാത്ത അവസ്ഥ, എല്ലാ അടഞ്ഞ മേഖലകൾ, ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭവനമണ്ഡലം നിന്ന് മാറിപ്പോകട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അടഞ്ഞ വാതിലുകൾ എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികളോർക്ക് എഴുതുന്നത്, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് അനേകർക്ക് സമാധാനമില്ലാതിരിക്കുമ്പോഴും നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന, നമ്മുടെ ദൈവം കൃപ നൽകുന്ന, നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 33-ാം വാക്യം. എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ചവൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, ആ ജയിച്ച ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ആ ക്രിസ്തുവിനോട് നമ്മൾ നിൽക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നമുക്കും ആ ജയം പ്രാപിക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പേ കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പം നിങ്ങൾ കേട്ടത് അത് സ്വർഗത്തിൽ സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച്
ഞങ്ങൾ കേട്ടു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് എത്ര എഴുതുകയാണ്. നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കൊലോസ്യയിലുള്ള വിശ്വാസികൾ സ്നേഹമുള്ളവരായിരുന്നു. മറ്റുള്ളവരെ ആദരിക്കുന്നവർ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ, മറ്റുള്ളവരെ സൽക്കരിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി അതേ ആശ്വാസവും സഹായവും ചെയ്യുന്നവർ. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ 1:3 പറയുന്നത്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പേ കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച്. അപ്പം കൊലോസ്യയിലുള്ള വിശ്വാസികൾ തൻ്റെ ശുശ്രൂഷകന്മാരെ, തൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ അഭിഷിക്തന്മാരെ, തൻ്റെ ദൈവവേലക്കാരെ അവർ ശുശ്രൂഷിക്കുന്നവരാണ്, അവർ കരുതുന്നവരാണ്, അവർ സ്നേഹിക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് അങ്ങനെ സ്നേഹിക്കുന്നവർ കുറവാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കർത്താവ് പറഞ്ഞു വലുത് കൽപ്പനയാണ്, വലിയ കൽപ്പനയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. 1 കൊരിന്ത്യർ 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നവയിൽ വലിയത് സ്നേഹം തന്നെ. അപ്പോൾ ഇന്ന് സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്, സ്നേഹം തണുത്തു പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്നത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പേ കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, മറ്റുള്ളവരെ കരുതുന്നവരാണ് ഇവരെന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തീയ സമുദായങ്ങളിൽ നമ്മൾ നോക്കിയാൽ, വിശ്വാസ സമുദായത്തിൽ നോക്കിയാൽ ഇന്ന് സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മൾ ഇസ്ലാമിക സഹോദരന്മാരെ, അവരെ നല്ല ഒരു സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ കുടുംബത്തിൽ ഒരാൾ യാത്ര ചെയ്താൽ, ഒരാൾ വിദേശത്ത് കടന്നുപോയാൽ മറ്റു കൂട്ടു സഹോദരന്മാരെ, രക്തബന്ധങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ഒരനുഭവം. എന്നാൽ ഇന്ന് ക്രിസ്തീയ സമുദായങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലും നമുക്ക് ഏത് സഭയെടുത്ത് നോക്കിയാലും ഇന്ന് രക്തബന്ധത്തിന് ഒരു വിലയില്ലാതെ പോകുന്ന കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കാതെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട്, വ്യക്തിപരമായ കാര്യങ്ങൾ അടിമപ്പെട്ട് ദൈവവചനത്തെ നിന്ദിച്ച് കടന്നു പോകുന്ന ഒരു വലിയ തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവരിൽ കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യമാണ് തൻ്റെ കൂട്ടു സഹോദരനെ സഹായിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, രക്തബന്ധത്തെ സഹായിക്കുന്നവർ. തൻ്റെ സമുദായത്തിലുള്ള ഒരു കഷ്ടത വന്നാൽ കൂടി നിന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഇസ്ലാമിക സഹോദരന്മാരുടെ ആ നല്ല കാര്യങ്ങൾ നമുക്കും ഏറ്റെടുക്കുവാൻ സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പം പറയുന്നത്, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പേ കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വസ്തത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
അപ്പോൾ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നാം നമ്മെ തന്നെ വിലയിരുത്തണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം നിമിത്തം, നിങ്ങൾ മറ്റുള്ളവരെ സൽക്കരിക്കുന്ന നിമിത്തം, നിങ്ങൾ മറ്റുള്ളവരെ കരുതുന്ന നിമിത്തം, അതേ ഞാൻ പിതാവായ ദൈവത്തിന് ഞങ്ങൾ അതേ സ്തോത്രം ചെല്ലുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളും ആ കൊലോസ്യയിലുള്ള വിശ്വാസികളെ പോലെ ആകുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. 1 കൊരിന്ത്യർ അതിൻ്റെ 13:1-7 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ മനുഷ്യരുടെയും ദൂതരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പലും ചിലമ്പുന്ന കൈത്താളവും അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടെങ്കിലും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ കൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അർത്ഥം അന്വേഷിക്കുന്നതുമില്ല, ദേഷ്യപ്പെടുന്നതുമില്ല, ദോഷം കണക്കാക്കുന്നതില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനം നീങ്ങിപ്പോകും. അംശം മാത്രം നാം അറിയുന്നു, അംശം മാത്രം പ്രാപിക്കുന്നു. പൂർണ്ണമായി വരുമ്പോൾ അംശമായത് നിങ്ങൾ പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം സ്വന്തം കണ്ണാടിയിൽ കൺമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖമായി കാണും. ഇപ്പോൾ ഞാൻ സംശയമായി അറിയുന്നു, അപ്പോഴോ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നിലും നിലനിൽക്കുന്നവയിൽ വലിയത് സ്നേഹം തന്നെ. എന്നെ കേൾക്കുന്ന വെച്ച് ജീവിതമേ, അതേ വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. അതിൽ നിലനിൽക്കുന്നത് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുവിശ്വാസികളെ, രക്തബന്ധങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരുമായി നമുക്ക് മാറുവാൻ സാധിക്കും. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പേ കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങളോടുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയെ യാഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നതുപോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നു. ഈ വചനമുഖാന്തരം നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഫലം കായ്ക്കുന്ന, സ്നേഹത്തിൻ്റെ ഫലം കായ്ക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറ്റണമേ. അതിന് വിരുദ്ധമായി പൊങ്ങുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ സ്നേഹമെന്നുള്ള ഫലം കായ്ക്കുന്ന കുടുംബമായി, വ്യക്തി ജീവിതങ്ങളായി അവിടുന്ന് മാറ്റണം. ഭയത്തിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അനേക കുടുംബങ്ങൾ പ്രാർത്ഥന പറയുന്ന വിഷയങ്ങളുണ്ട്. രോഗത്താൽ കഷ്ടതയിൽ കഴിയുന്നു. മകൾക്കൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കുടുംബ മണ്ഡലങ്ങളിൽ ജപ്തിയവസ്ഥയിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുണ്ട്. കർത്താവേ, ഏകനായിരിക്കുന്ന തറന്നിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്.
എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സ്തോത്രം സമർപ്പിക്കുന്നു. അവർക്ക് വിടുതലും സമാധാനവും നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. അൻപല്ലാശ രേഖധാരറിയ ഇരുട്ടിൻ്റെ ശക്തികൾ ഭവന മണ്ഡലങ്ങളെന്ന് മാറിപ്പോകട്ടെ. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനമുഖാന്തരം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.